ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് ചീര മുറിച്ചെടുക്കാം. കുറച്ച് ചീര മുറിച്ച് കൊണ്ടുവന്ന് നമുക്കൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിന്നൊരു ഉപ്പേരിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീരയും ചക്കക്കുരുവാണ് എടുത്തേക്കുന്നത്. ചീരയും ചക്കക്കുരും കൂടെ നമുക്ക് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം, സവോള ഇട്ട് കൊടുക്കാം, പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനത്തെ കറികൾ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മളതിങ്ങനെ ചതച്ചെടുക്കുക. വെളുത്തുള്ളിയും മുളകൊക്കെ ചതച്ച് ചേർക്കലാണ് നല്ലത്. നമ്മളിത് കുത്തി കാച്ചിയതെന്ന് പറയാം. എല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു വേവിക്കുന്ന വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല, ഇത് വറ്റി വന്നോളും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ നാടൻ കറികളും കൂടി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ കറിക്ക് എന്ത് ടേസ്റ്റാണെന്നറിയോ? നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. കഞ്ഞി കുടിക്കാനായാലും ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് തയ്യാറാക്കി നോക്കിയാൽ നല്ലതാണ്. പഴയ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കറിയാണിത്. പണ്ടത്തെ നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന കറിയാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരും ചീരയും കൂടെ കുത്തി കാച്ചിയ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കും. ഇഷ്ടംപോലെ ചക്കക്കുരുവൊക്കെ കിട്ടുന്ന സമയമല്ലേ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.